സംസ്ഥാനത്ത് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ്. 2 ഗഡു പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. 1650 കോടി രൂപയാണ് സർക്കാർ ഇതിനായി അനുവദിച്ചത്. മെയ് മാസത്തെ പെൻഷനോടൊപ്പം 1 ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത്. 2 ഗഡു വിതരണം ചെയ്യുന്നതിനാൽ ഓരോ ഗുണഭോക്താവിനും 3200 രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക. 62 ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി തന്നെ വിതരണം ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ അതാത് മാസം തന്നെ പെൻഷൻ വിതരണം സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. മറ്റൊരറിയിപ്പ്, സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് സർക്കാരിനെതിരെ ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച അടിമാലി സ്വദേശിനി മറിയക്കുട്ടി BJP അംഗത്വം സ്വീകരിച്ചു. തൊടുപുഴയിൽ നടന്ന പരിപാടിയിൽ വെച്ച് മറിയക്കുട്ടി അംഗത്വം സ്വീകരിച്ചെന്ന് BJP അറിയിച്ചു. വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായി തൊടുപുഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് മറിയക്കുട്ടി എത്തിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറിയക്കുട്ടിയെ സ്വീകരിച്ചു. നേരത്തെ KPCC മറിയക്കുട്ടിക്ക് വീട് നിർമ്മിച്ച് നൽകിയിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരമാണ് BJPയിൽ ചേർന്നത്. തനിക്ക് സഹായം ചെയ്യുന്നവരോടൊപ്പം നിൽക്കും എന്നും മറിയക്കുട്ടി അറിയിച്ചു. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് പരസ്യമായി ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു. ഇതിനെ പിന്തുണച്ച് കോൺഗ്രസും BJPയും രംഗത്തെത്തിയിരുന്നു. തുടർന്നാണ് KPCC ഇവർക്ക് വീട് നിർമ്മിച്ച് നൽകിയത്. മറ്റൊരറിയിപ്പ്, UDFന്റെ അടിത്തറ വിപുലപ്പെടുത്തുമെന്നും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വിസ്മയിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. നല്ല രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും കേരളത്തിലെ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റികൾ മുഴുവൻ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. 60% സ്ഥലങ്ങളിലും കുടുംബസംഗമം അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. UDFന്റെ അടിത്തറ വിപുലപ്പെടുത്തും. വരും ദിവസങ്ങളിൽ വിസ്മയിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.